കൊല്ലത്ത് ചവറ പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനം തല്ലി തകർത്തതായി പരാതി. കൊല്ലം ബിഷപ്പിന്റെ വാഹനത്തിൽ തട്ടിയതിനെ തുടർന്നാണ് പോലീസ് ഈ വാഹനം കസ്റ്റഡിയിലെടുത്തത്. വാഹനം ഓടിച്ചിരുന്ന കാവനാട് സ്വദേശി വിജിത്ത് നേരത്തെ മറ്റൊരു കേസിൽ അറസ്റ്റിലായിരുന്നു. ഇതിൽ അന്ന് പോലീസിനെതിരെ വിജിത്ത് പരാതി നൽകിയിരുന്നു. അതിന്റെ പകപോക്കലാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് വിജിത്ത് പറയുന്നത്. കഴിഞ്ഞ 3-ാം തീയതിയാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വിജിത്ത്. നമുക്കൊപ്പം ദിലീപ് ദേവസ്യ തത്സമയം ചേരുന്നു. ഈ ദിലീപിനെയല്ലേ ഞാൻ ഇന്നലെ കല്യാണം കഴിപ്പിക്കാൻ കോഴിക്കോട് വരെ പോയത്, എന്നിട്ട് ഇപ്പോൾ ലൈവിൽ വന്ന് നിൽക്കുന്നു. ദിലീപ്, ഈ വാഹനം തല്ലി തകർത്തുവെന്ന് കേട്ടപ്പോൾ കൊല്ലത്തെത്തിയോ അതോ കോഴിക്കോട് തന്നെയാണോ? സുജിയ, ഞാനിപ്പോൾ കോഴിക്കോടാണുള്ളത്. ഇന്നലെയായിരുന്നു എൻ്റെ കല്യാണം. സുജി അടക്കമുള്ള ആളുകൾ എല്ലാവരും എത്തിയിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ സ്വന്തം വീട്ടിലാണല്ലോ. ഇങ്ങനത്തെ ഒരു കേസ് വന്നപ്പോൾ നമ്മൾ തന്നെയാണ് ഈ വാർത്ത ആദ്യം തന്നെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചത്. അതായത് ഈ കഴിഞ്ഞ 3-ാം തീയതി ആയിരുന്നു കൊല്ലത്തെ ബിഷപ്പ് ആൻ്റണി പോൾ മുല്ലശ്ശേരിയുടെ വാഹനത്തിൽ വിജിത്ത് എന്ന് പറയുന്ന കാവനാട് സ്വദേശിയുടെ വാഹനം തട്ടുന്നത്. ഈ വാഹനം തട്ടിയപ്പോൾ ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് പോയിട്ടുള്ളൂ, 2 വാഹനത്തിൻ്റെയും പെയിൻറ്റ് പോയിട്ടുള്ളൂ. ആ സമയം അതിലെ കടന്നുപോയ ഒരു പോലീസ് ജീപ്പിൽ ഉള്ള ഒരു പോലീസുകാരനാണ് നേരത്തെ ഈ വിജിത്ത് ഒരു പോലീസിനെതിരെ പരാതി നൽകിയതിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തുകയും അതിൻ്റെ പകപോക്കലായിട്ടാണ് അന്ന് നമ്മുടെ അടുത്ത് വിജിത്തിൻ്റെ മാതാവും അമ്മയും അടക്കം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പകപോക്കലായിട്ടാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് അന്ന് പറഞ്ഞത്. അന്ന് കസ്റ്റഡിയിലെടുക്കുക മാത്രമല്ല, വിജിത്തിൻ്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. തുടർന്ന് 1.5 വയസ്സുള്ള വിജിത്തിൻ്റെ സഹോദരിയുടെ 1.5 വയസ്സുള്ള കുട്ടിയെയും അതുപോലെ തന്നെ 9 വയസ്സുള്ളയും 6 വയസ്സുള്ള കുട്ടിയെയും വൈകുന്നേരം 4 മണി മുതൽ 11 മണി വരെ ചവറ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്തു. ഇതടക്കം റിപ്പോർട്ടർ ചാനൽ വാർത്ത നൽകുകയും ചെയ്തു. തുടർന്ന് പോലീസ് മറ്റൊരു നടപടി അപ്പോൾ സ്വീകരിച്ചു. വാർത്ത കൊടുത്ത സ്ഥിതിക്ക് അത് നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ എന്നാണ് പോലീസ് പറഞ്ഞത്. അന്ന് രാത്രി തന്നെ പോലീസ് ബിഷപ്പിൻ്റെ വാഹനം വിട്ടു നൽകുകയും പകരം വിജിത്തിൻ്റെ വാഹനം ഇവിടെ കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്തു. ഈ കസ്റ്റഡിയിൽ വെച്ച വാഹനം ഇപ്പോൾ ചില്ല് തകർത്ത നിലയിലാണ് കാണുന്നത്. വിജിത്ത് പറയുന്നത് ഇത് പോലീസ് പകപോക്കുകയാണെന്നാണ്. വിട്ടുകൊടുക്കാതെ, അതായത് ചെറിയ തോതിൽ പെയിൻറ്റ് പോയ വാഹനം വിട്ടുകൊടുക്കാതെ 25 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വെക്കുന്നു. നേരത്തെ ഒരു കേസിൽ അറസ്റ്റിലായ വിജിത്തിനെ പോലീസ് അറസ്റ്റിലാക്കിയപ്പോൾ വിജിത്ത് പറയുകയും ഞാൻ ഈ കേസിൽ പ്രതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജിത്ത് അറസ്റ്റ് ചെയ്ത പോലീസുകാർക്കെതിരെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ പരാതി നൽകുകയും ചെയ്തു. അതിൻ്റെ പകപോക്കലായിട്ടാണ് വിജിത്തിനെയും മാതാവിനെയും അതുപോലെ സഹോദരിക്കെതിരെയും പോലീസ് കേസെടുക്കുന്നത്. അന്ന് 1.5 വയസ്സുള്ള കുട്ടിക്ക് വെള്ളം പോലും കൊടുക്കാതെ പോലീസ് സ്റ്റേഷനിൽ വെക്കുകയടക്കം ചെയ്തു. ഇതിന് ചൈൽഡ് ലൈൻ അടക്കം പരാതി നൽകുകയും ചൈൽഡ് ലൈൻ ഇപ്പോൾ കമ്മീഷനോട് റിപ്പോർട്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ഈ 25 ദിവസം പിന്നിട്ടതിന് ശേഷം ഇവിടെ ഈ വാഹനം തല്ലിത്തകർത്ത നിലയിൽ കണ്ടെത്തി. അതായത് പോലീസ് കസ്റ്റഡിയിൽ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ, ചവറ പോലീസ് സ്റ്റേഷൻ്റെ വളപ്പിലുള്ള വാഹനത്തിൻ്റെ ഇടതുവശത്തെ ചില്ല്, ഇടതുവശത്തെ ഹാൻഡിൽ ഇതെല്ലാം തകർത്ത നിലയിലാണ് കാണുന്നത്. ഇത് കൃത്യമായി പറയുകയാണെങ്കിൽ പോലീസിൻ്റെ ഉത്തരവാദിത്വത്തിലുള്ള വാഹനമാണ്. അതായത് പോലീസ് കസ്റ്റഡിയിലെടുത്ത പോലീസിൻ്റെ വളപ്പിലുള്ള വാഹനത്തിൻ്റെ ചില്ല് ഇപ്പോൾ തകർന്നിരിക്കുകയാണ്. ഈ കാര്യത്തിലാണ് ഇപ്പോൾ വിജിത്ത് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ DGPക്കും പരാതി നൽകാൻ ഒരുങ്ങുന്നത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് DGPക്ക് അടക്കം വിജിത്ത് പരാതി നൽകിയിരുന്നു. തൻ്റെ സഹോദരിയെയും കുഞ്ഞുങ്ങളെയും മാതാവിനെയും അകാരണമായി സ്റ്റേഷനിൽ വെച്ച്. ഇപ്പോൾ സുജയ, ഈ കേസിൽ കൃത്യമായ അന്വേഷണം, ഞാൻ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസ് പറയുന്നത് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം വേണമെന്ന്, അതായത് സ്റ്റേഷനിൽ തങ്ങളുടെ കസ്റ്റഡിയിലുള്ള വാഹനത്തിൻ്റെ ചില്ല് പൊട്ടിയതിൽ അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ ചവറ CI ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുക. ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തിയ ശേഷം എങ്ങനെയാണ് ഈ ഗ്ലാസ്, അതായത് കാറിൻ്റെ ചില്ല് പൊട്ടിയതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും. എന്തായാലും പോലീസ് പക പോക്കുകയാണെന്നാണ് ഈ വിജിത്തിൻ്റെ കുടുംബവും ഇപ്പോൾ നമ്മളോട് പറയുന്നത്. സുജയ.